guys, welcome to my YouTube channel. Today we are going to speak about different types of hair treatments. നമ്മൾക്ക് എല്ലാവർക്കും അറിയാം, നമ്മൾ ഈ ഒരു ജനറേഷനിൽ നമ്മളുടെ ഹെയർ വെർജിൻ ആക്കി ഇടാതെ നമ്മൾ ഓരോരോ ഹെയർ ട്രീറ്റ്മെൻറ്റ്സിൻ്റെ പുറകെയാണ് പോകുന്നുണ്ടാവുക. ഹെയർ ട്രീറ്റ്മെൻറ്റ്സ് എന്ന് വെച്ചാൽ ചിലത് കെമിക്കൽ ട്രീറ്റ്മെൻറ്റ്സ് ആയിരിക്കും, ചിലത് എന്താ പറയുക നമ്മുടെ പ്രോട്ടീൻ ട്രീറ്റ്മെൻറ്റ്സ് ആയിരിക്കും. ഡിഫറെൻറ്റ് ടൈപ്സ് ഓഫ് ട്രീറ്റ്മെൻറ്റ് ഇപ്പോൾ അവൈലബിൾ ആണ്. ഇപ്പോൾ ഓരോ ട്രീറ്റ്മെൻറ്റ്സ് കൂടി വരികയാണ് ചെയ്യുന്നത്. അപ്പം ഈ ട്രീറ്റ്മെൻറ്റ്സിനൊക്കെ പോസിറ്റീവ് എഫക്ട്സ് അല്ലാതെ നെഗറ്റീവ് എഫക്ട്സും ഉണ്ടാവും. അപ്പോൾ അതിനെ പറ്റിയിട്ടൊക്കെ ഡിസ്കസ് ചെയ്യുകയാണ് നമ്മൾ ഈ വീഡിയോയിൽ ചെയ്യുന്നത്. അപ്പോൾ നമ്മൾ ഫസ്റ്റ് തന്നെ ഇപ്പോൾ കൂടുതൽ പേരും, അതായത് മുന്നേയൊക്കെ ആണെങ്കിൽ കൂടുതൽ പേരും ഓപ്റ്റ് ചെയ്തിട്ടുണ്ടായിരുന്നത് കുറച്ച് സ്മൂത്തായിട്ട് നീണ്ട് കിടക്കുന്ന അങ്ങനത്തെ ടൈപ്പ് ഓഫ് ഹെയർസ് ഒക്കെയായിരുന്നു. എക്സാമ്പിൾ മീ തന്നെ, ഞാൻ 2 years ബാക്കാണ് സ്മൂത്തനിങ് ചെയ്തിട്ടുണ്ടായിരുന്നത്. അപ്പോൾ ഫസ്റ്റ് നമുക്ക് ആസ് യൂഷ്വൽ നല്ല ഭംഗിയിൽ നല്ല വൃത്തിക്ക് എടുക്കും. പക്ഷേ ഗ്രോത്ത് വരാൻ സ്റ്റാർട്ട് ചെയ്യുമ്പോഴായിരിക്കും അതിന് ബുദ്ധിമുട്ട് മനസ്സിലാവുക. അതായത് ഇവിടം വരെ ചിലപ്പോൾ നമ്മൾ ഗ്രോത്ത് ഈ ഒരു ഏരിയയിൽ നിന്നായിരിക്കുമല്ലോ തുടങ്ങാം. അപ്പോൾ ഇവിടം വരെ വേറൊരു ടൈപ്പ് ഹെയറും അതിൻ്റെ താഴോട്ട് നമ്മൾ സ്മൂത്തൻ ചെയ്ത ഹെയറും ആയിരിക്കും ഉണ്ടാവുക. അതൊരിക്കലും പോകത്തില്ല. നമ്മൾ വെട്ടി മാറ്റാതെ അതൊരിക്കലും പോവില്ല, താനേ പോവില്ല. നമ്മളെ റിയൽ ഹെയർ ഒരിക്കലും തിരിച്ചു വരില്ല. അപ്പം ഞാൻ ഇപ്പോൾ ചെയ്തുകൊണ്ടിരിക്കുന്നതെന്ന് വെച്ചാൽ വളരും തോറും വെട്ടി മാറ്റുകയാണ് ചെയ്യുന്നത്. ഇപ്പോൾ കണ്ടോ, നിങ്ങൾക്ക് ഇപ്പം തന്നെ മനസ്സിലാവും. അതുകൊണ്ടാണ് ഞാൻ ഹെയർ ഓപ്പൺ ചെയ്ത് വന്നിട്ടുള്ളത്, കാരണം നിങ്ങൾക്ക് കാണിച്ചു തരാൻ വേണ്ടിയിട്ട്. ഇത് കണ്ടോ, ഇവിടെ വരെ എൻ്റെ ഹെയർ ആണ്. അത് കഴിഞ്ഞിട്ട് ഈ കൊള്ളി പോലെ കിടക്കുന്നത് സ്മൂത്തൻ ചെയ്ത ഹെയർ ആണ്. ഇത് ഓൾമോസ്റ്റ് 2 years ബാക്ക് ഞാൻ ചെയ്തിട്ടുള്ളതാണ്. അപ്പം ഇപ്പോഴും അത് വളർന്നിട്ടില്ല. എനിക്ക് തോന്നുന്നു കുറച്ചുകൂടെ നല്ല ഹെയർ ഗ്രോത്ത് ഉള്ള ആൾക്കാരൊക്കെ ആണെങ്കിൽ പെട്ടെന്ന് വളർന്ന് വെട്ടി മാറ്റാനൊക്കെ പറ്റും. അല്ലെങ്കിൽ വേറൊരു ഓപ്ഷൻ ഉള്ളതാണ്, ഇത് ചെയ്ത് ഡാമേജ് ആയ ഹെയർസ് ഒക്കെ ആണെങ്കിൽ ബോട്ടോക്സിനൊക്കെ പോകും. ബോട്ടോക്സ്, നാനോപ്ലാസ്റ്റിയ തുടങ്ങിയ ട്രീറ്റ്മെൻറ്റ്സിനൊക്കെ പോകുന്ന ആൾക്കാരുണ്ട്. അതെന്ന് വെച്ചാൽ ഇങ്ങനെ സ്മൂത്തനിങ് സ്ട്രൈറ്റനിങ് എന്ന് വെച്ചാൽ കെമിക്കൽ ട്രീറ്റ്മെൻറ്റ്സ് ആണ്. നമ്മൾ പറഞ്ഞ പോലെ തന്നെ സ്മൂത്തനിങ്, സ്ട്രൈറ്റനിങ്, വോളിയമൈസിങ്, പെർമനൻറ്റ് ബ്ലോ ഡ്രൈ, ഇതൊക്കെ കെമിക്കൽ ട്രീറ്റ്മെൻറ്റ്സ് ആണ്. പക്ഷേ ഈ ബോട്ടോക്സ്, നാനോപ്ലാസ്റ്റിയ ഇങ്ങനത്തെ കുറേ ട്രീറ്റ്മെൻറ്റ്സ് എന്ന് വെച്ചാൽ പ്രോട്ടീൻ ട്രീറ്റ്മെൻ്റ് ആണ്. അപ്പോൾ ഈ പ്രോട്ടീൻ ട്രീറ്റ്മെൻറ്റ് ബാധിക്കുന്നത് നമ്മളെ ഹെയറിന് നല്ലതാണെന്നാണ്. കെമിക്കൽ ട്രീറ്റ്മെൻറ്റിൻ്റെയും പ്രോട്ടീൻ ട്രീറ്റ്മെൻറ്റിൻ്റെയും വ്യത്യാസം എന്ന് വെച്ചാൽ, ഈ കെമിക്കൽ ട്രീറ്റ്മെൻറ്റ് നമ്മൾ ഒറിജിനൽ ഹെയറില്ലേ, അതായത് നമ്മളുടെ വെർജിൻ ആയിട്ടുള്ള ഹെയറിന് ഒരു ടൈപ്പ് ഓഫ് പ്രോട്ടീൻ ഉണ്ട്. ഈ പ്രോട്ടീൻസ് ഒക്കെ എന്ന് വെച്ചാൽ ഈ പ്രോട്ടീൻസാണ് തീരുമാനിക്കുന്നത് നമ്മളുടെ ഹെയർ ചുരുണ്ടതാവണോ, വേവി ആവണോ, പക്ക സ്ട്രെയിറ്റ് ആവണോ, ഇതൊക്കെ തീരുമാനിക്കുന്നത് ഈ ഒരു പെർട്ടിക്കുലർ പ്രോട്ടീനാണ്. പക്ഷേ ഈ പറയുന്ന കെമിക്കൽ ട്രീറ്റ്മെൻറ്റ്സ് എന്താ ചെയ്യുന്നതെന്ന് വെച്ചാൽ, നമ്മൾ മുടി ഒന്ന് സ്ട്രെയിറ്റ് ആക്കി കിട്ടാൻ വേണ്ടിയിട്ട് അവർ ചെയ്യുന്നത് നമ്മളുടെ ഉള്ളിലുള്ള പ്രോട്ടീൻസ് ഉണ്ടല്ലോ അത് മൊത്തം പുറത്തേക്ക് കളയും. അതിൻ്റെ പകരം ഈ കെമിക്കൽസ് അതിൻ്റെ പുറമേ കയറ്റുകയും ചെയ്യും. സോ ആ കെമിക്കൽസാണ് നമ്മളുടെ ഹെയറിന് പുതിയതായിട്ടുള്ളൊരു സ്ട്രക്ചർ കൊടുക്കുന്നത്. അപ്പം നമ്മൾ ഒറിജിനൽ പ്രോട്ടീൻസ് കളഞ്ഞിട്ട് അതിൻ്റെ പകരം കെമിക്കൽസ് അതിൻ്റെ റീപ്ലേസ്ഡ് ആവുകയാണ് ചെയ്യുന്നത്. സോ അതുകൊണ്ട് തന്നെ ഈ കെമിക്കൽസ് ഒരിക്കലും നമ്മൾ ഹെയറിന് പോവില്ല അൺലെസ് വി കട്ട് ഇറ്റ് ഔട്ട്. പിന്നെ ഇത് നല്ല രീതിയിൽ മെയിൻറ്റെയിൻ ചെയ്യാൻ വേണ്ടിയിട്ട് മന്ത്ലി സ്പാ ഒക്കെ ചെയ്യണം. പക്ഷേ അത് കൂടുതൽ ആൾക്കാർ ഒരു ലിമിറ്റ് കഴിഞ്ഞ് കഴിഞ്ഞാൽ, എനിക്ക് തോന്നുന്നു ഒരു 6 months ഒക്കെ കഴിഞ്ഞ് കഴിഞ്ഞാൽ ഈ സ്പാ ഒക്കെ ചെയ്യുന്നത് നിർത്തും. അത് നിർത്തിക്കഴിഞ്ഞാൽ അതിൻ്റെ ഇരട്ടി ഹെയർ ഫാളും കാര്യങ്ങളൊക്കെ ആയിരിക്കും. പക്ഷേ എനിക്ക് എന്താ അറിയില്ല, ഇതുവരെയായിട്ടും ഹെയർ ഫോളും കാര്യങ്ങളും ഒന്നും വന്നിട്ടില്ല കേട്ടോ. പക്ഷേ കൂടുതൽ ആൾക്കാരും പറയുന്നത് ഇത് ചെയ്ത് കഴിഞ്ഞാൽ ഹെയർ ഫോൾസ് വരുന്നത് അത് ഓരോരുത്തരുടെ ഹെയർ ടൈപ്പും ബോഡി ടൈപ്പും ഒക്കെ അനുസരിച്ചിട്ടായിരിക്കും ഉണ്ടാവുക. ഓൾറെഡി ഹെയർ ഫോൾ നല്ലോണം ഉള്ള ഒരാൾക്കാർ ഈ കെമിക്കൽ ട്രീറ്റ്മെൻറ്റ്സ് ചെയ്ത് കഴിഞ്ഞാൽ അതിലും അബദ്ധമാവുകയുള്ളൂ. അതിലും നല്ലത് നിങ്ങളൊരു പ്രോട്ടീൻ ട്രീറ്റ്മെൻറ്റ്സിന് പോകുന്നതായിരിക്കും. ഫോർ എക്സാമ്പിൾ ബോട്ടോക്സ് ഒക്കെ. ഈ ബോട്ടോക്സ് എന്ന് വെച്ചാൽ നമ്മുടെ ഉള്ളിൽ ഉള്ള ഹെയറിന്, അതായത് ഹെയറിന് കുറച്ചുകൂടെ നല്ല പ്രോട്ടീൻസ് കയറ്റി കൊടുക്കുകയാണ് ചെയ്യുന്നത്. അതുകൊണ്ടാണ് ഈ കുളിക്കും തോറും ഹെയർ വാഷ് ചെയ്യും തോറും ഈ നമ്മളുടെ പ്രോട്ടീൻസ് ഒക്കെ പോയി അവസാനം നോർമലായിട്ടുള്ളൊരു ഹെയർ സ്ട്രക്ചറിലേക്ക് കൂടുതലും ഈ ബോട്ടോക്സ് ഒക്കെ ചെയ്ത് കഴിഞ്ഞാൽ എത്തും. അതാണ് അവരൊരു 6 months പീരീഡ് വരുന്നത്. 6 months ഒക്കെ വരെ നമ്മൾ മെയിൻറ്റെയിൻ ചെയ്യുന്നതിനനുസരിച്ച് നല്ലോണം നിൽക്കും. അത് കഴിഞ്ഞ് കഴിഞ്ഞാൽ നമ്മൾ ഒറിജിനൽ ഹെയർ എങ്ങനെയാണോ അതേ രൂപത്തിൽ തന്നെ അത് വരികയാണ് ചെയ്യുന്നത്.
പിന്നെ ഈ സ്ട്രെയിറ്റനിങ്, സ്മൂത്തനിങ്, പിന്നെ വോളിയമൈസിങ്, അതിൻ്റെയൊക്കെ വ്യത്യാസം എന്താണെന്ന് പറഞ്ഞാൽ സ്ട്രെയിറ്റനിങ്, സ്മൂത്തനിങ് ഏകദേശം ഒരേ ടൈപ്പ് തന്നെയാണ്. പക്ഷേ സ്മൂത്തനിങ് ചെയ്യുമ്പോൾ കുറച്ചുകൂടെ നമ്മുടെ ഹെയർ സ്മൂത്ത് ആയിട്ടുണ്ടാവും. അതായത് നമ്മൾ ഈ സിനിമയിലൊക്കെ കാണുമല്ലോ, ഇങ്ങനെ പാറി പറന്ന് നടിമാരൊക്കെ ഇങ്ങനെ നടക്കുന്നത്, അങ്ങനത്തെ ഒരു ടൈപ്പ് ഓഫ് ഹെയർ കിട്ടണമെങ്കിൽ നിങ്ങൾക്ക് സ്മൂത്തനിങ് ഓപ്റ്റ് ചെയ്യാം. പക്ഷെ അല്ലാതെ ഈ കൊള്ളി പോലെ നിൽക്കുന്ന കണ്ടിട്ടില്ലേ, ഒരു വടി പിടിച്ചു വെച്ചാൽ അതേപോലെ നിൽക്കുന്ന ഒരു ടൈപ്പ് ഓഫ് ഹെയർ ആണ് നിങ്ങൾക്ക് ആവശ്യമെങ്കിൽ നിങ്ങൾക്ക് സ്ട്രെയിറ്റനിങ്ങിന് പോകാം. പക്ഷെ രണ്ടും ഏകദേശം ഒരേ ടൈപ്പാണ്. പക്ഷെ കൂടുതൽ ആൾക്കാർ ഞാൻ ചെയ്ത് കണ്ടിട്ടുള്ളത് സ്മൂത്തനിങ് ആണ്. ബിക്കോസ് അത് കുറച്ചുകൂടെ സോഫ്റ്റും സിൽക്കി ആയിട്ട് കിടക്കും. പക്ഷേ ഇതൊക്കെ ചെയ്ത് കഴിഞ്ഞാലും ആഫ്റ്റർ കെയർ വളരെ ഇമ്പോർട്ടൻ്റ് ആണ്. അതായത് മാസം സ്പാ ചെയ്യണം. പിന്നെ അല്ലാതെ നിങ്ങൾക്ക് ഒരു പ്രത്യേക ടൈപ്പ് ഓഫ് ഷാംപൂ, കണ്ടീഷണറൊക്കെ പാർലറിന് തന്നെ അവർ ഓപ്റ്റ് ചെയ്യും. അപ്പോൾ ഞാനൊക്കെ യൂസ് ചെയ്തിട്ടുണ്ടായിരുന്ന ലോറിയൽ പാരീസിൻ്റെ ഒരു ഗോൾഡൻ കളർ ഈ ഒരു ബോട്ടിലൊക്കെ വന്നിട്ടുണ്ടായിരുന്ന ഒരു സ്പാ ക്രീമല്ല, മറ്റേ ഒരു ക്രീം ഉണ്ടായിരുന്നു, ഒരു മാസ്ക്, ഹെയർ മാസ്കും അതേപോലെ തന്നെ അതിൻ്റെ തന്നെ ഷാമ്പൂ ആണ് ഞാൻ യൂസ് ചെയ്തിട്ടുണ്ടായിരുന്നത്. അപ്പം അങ്ങനെ ഓരോരോ ഹെയർ ടൈപ്പിന് ഓരോ ടൈപ്പ് ഓഫ് ഹെയർ ഷാമ്പൂസും കാര്യങ്ങളും അവർ ഓപ്റ്റ് ചെയ്യും. പക്ഷേ എല്ലാത്തിനും അത്യാവശ്യം നല്ല പ്രൈസ് ഉണ്ട് കേട്ടോ. അപ്പോൾ ഇത് ചെയ്ത് കഴിഞ്ഞാൽ നമ്മളുടെ കയ്യിൽ നിന്ന് നല്ല പൈസ പോകും. പിന്നെ സ്ട്രെയിറ്റനിങ്, സ്മൂത്തനിങ് ഒക്കെ ചെയ്യുമ്പോൾ ഓരോരുത്തർക്ക് ഓരോ പ്രൈസ് ആയിരിക്കും വരിക. നിങ്ങൾക്ക് ഇപ്പം ഒരാളടുത്ത് നമ്മൾ പോയി ചോദിക്കുകയാണ് നിങ്ങൾക്ക് സ്മൂത്തനിങ്ങിന് എത്ര പ്രൈസായി എന്ന് പോയിട്ട് ചോദിക്കുന്നു. അപ്പോൾ അവർ ചിലപ്പോൾ ഒരു 10,000 പറയുന്നു. അത് ചിലപ്പോൾ അവരുടെ ഹെയർ ലെങ്ത്ത്, ഹെയറിൻ്റെ വോളിയം, ഹെയർ ടൈപ്പ് ഇതൊക്കെ അനുസരിച്ചിട്ടായിരിക്കും അവരെടുത്ത് കറക്റ്റ് പ്രൈസ് പറഞ്ഞിട്ടുണ്ടാവുക. പക്ഷെ നമ്മൾ ആ പ്രൈസ് എക്സ്പെക്ട് ചെയ്തിട്ടാണ് പോകുന്നതെങ്കിൽ നമുക്ക് ചിലപ്പോൾ ഒരു ഡിഫറെൻറ്റ് പ്രൈസ് ആയിരിക്കും. അതുകൊണ്ട് നമുക്ക് ഒരിക്കലും പറയാൻ പറ്റില്ല ഇത്ര പ്രൈസിനായിരിക്കും. ഈ സ്റ്റാർട്ടിംഗ് പ്രൈസ് ഒക്കെ ഉണ്ടാവും ചിലയിടത്ത് 7,000 സ്റ്റാർട്ടിംഗ് പ്രൈസ്, 5,000 സ്റ്റാർട്ടിംഗ് പ്രൈസ് എന്നൊക്കെ പറഞ്ഞിട്ട്. അപ്പം സ്റ്റാർട്ടിംഗ് പ്രൈസ് എല്ലാം ഇത്ര ഒരു വിത്തിലാണ് അവർ പറയുന്നത്. സ്റ്റാർട്ടിംഗ് പ്രൈസ് വരുന്നത് സ്ട്രെയിറ്റനിങ്, സ്മൂത്തനിങ്ങിനൊക്കെ ഇത്ര വരുന്ന വിത്തിലാണ് സ്റ്റാർട്ടിംഗ് പ്രൈസ് വരുന്നത്. അത് കഴിഞ്ഞ് ഓരോ ചെറിയ ഇഞ്ച് കൂടുന്തോറും പ്രൈസ് കൂടി വരികയാണ് ചെയ്യുക. പിന്നെ അവർ നമ്മളെ മുടിയൊക്കെ ഇങ്ങനെ പിടിച്ച് നോക്കും, എത്ര വോളിയം ഉണ്ട്. വോളിയം നല്ല തിക്കായിട്ടുള്ള ഹെയർ ഒക്കെ ആണെങ്കിൽ അതിന് എക്സ്ട്രാ പൈസ വാങ്ങും. എൻ്റെയൊക്കെ നല്ല ചുരുണ്ട മുടിയാണ്, അതുകൊണ്ട് അത് സ്ട്രെയിറ്റ് ചെയ്തെടുക്കാൻ കുറച്ച് പണിയാണല്ലോ. അതുകൊണ്ട് അതിന് വേറെ ക്യാഷ് വാങ്ങും. അങ്ങനെ ഓരോ ടൈപ്പ് ഓഫ് ഹെയറിനും ഓരോ വോളിയം ഓഫ് ഹെയറിനും വേറെ പ്രൈസാണ് വരുന്നത്. അതുകൊണ്ട് നമുക്ക് ഒരിക്കലും എക്സ്പെക്റ്റ് ചെയ്യാൻ പറ്റില്ല. ബെറ്റർ നമ്മൾ മുന്നേ തന്നെ അപ്പോയിൻമെൻറ്റ് എടുത്ത് അവിടെ പോയിട്ട് എത്രയാവും പ്രൈസ് എന്നൊക്കെ അറിഞ്ഞിട്ടൊക്കെയാണ് വരുന്നതെങ്കിൽ നമുക്ക് ക്യാഷ് എക്സ്പെക്റ്റ് ചെയ്തിട്ട് പോകാൻ പറ്റും. അല്ലെങ്കിൽ പെട്ടെന്നൊക്കെ നിങ്ങൾ പോവുകയാണെങ്കിൽ ചിലപ്പോൾ നിങ്ങൾ എക്സ്പെക്റ്റ് ചെയ്യാത്ത ക്യാഷൊക്കെ വരും. സോ അത് ഉറപ്പായിട്ട് ശ്രദ്ധിക്കുക. അടുത്തത് വരുന്നതാണ് വോളിയമൈസിങ്. വോളിയമൈസിങ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നിങ്ങൾ കണ്ടിട്ടുണ്ടോയെന്ന് അറിയില്ല, ഈ ചില ആൾക്കാരുടെ മുടി ഇങ്ങനെ പിരി പോലെ ഇരിക്കുന്ന കാണാം. ഇവിടുന്ന് അങ്ങോട്ടേക്കാണ് കൂടുതലും അങ്ങനെ ഉണ്ടാവുക. ഒരു ടൈപ്പ് ഓഫ് ഇങ്ങനെ ഇരിക്കുന്ന ഒരു ടൈപ്പ്. ആ ടൈപ്പിനെയാണ് നമ്മൾ വോളിയമൈസിങ് എന്ന് പറയുന്നത്. അതായത് ഇത് കൂടുതലും ചെയ്യുന്നത് ഹെയർ തിക്നെസ് കുറഞ്ഞ ആൾക്കാരുണ്ടല്ലോ, ഹെയർ തിക്നെസ് വോളിയം വളരെ കുറഞ്ഞ ആൾക്കാർ, ആ ആൾക്കാർക്ക് ചെയ്യാൻ പറ്റുന്ന ഒരു ടൈപ്പ് ഓഫ് ട്രീറ്റ്മെൻ്റ് ആണ് വോളിയമൈസിങ്. ഇതിൻ്റെ പ്രത്യേകത എന്ന് വെച്ചാൽ നമുക്ക് ഇത്ര ചെറിയ തിന്ന ഹെയർ ആണെങ്കിലും ഇത് ചെയ്ത് കഴിഞ്ഞാൽ കുറച്ച് വോളിയം തോന്നിക്കും, നല്ലൊരു കട്ടി തോന്നിക്കും മുടിന്. അതാണ് ഇതിൻ്റെ പ്രത്യേകത. ഇതും ഒരു ടൈപ്പ് ഓഫ് എന്താ പറയുക കെമിക്കൽ ട്രീറ്റ്മെൻ്റ് ആണ്. എനിക്ക് എക്സാമ്പിൾ പറഞ്ഞു തരികയാണെങ്കിൽ ക്രിമ്പിംഗ് ഒക്കെ കണ്ടിട്ടില്ല, നമ്മൾ ബ്രൈഡ്സിനൊക്കെ ചെയ്ത് കൊടുക്കുന്നത്, ഇത് കുറച്ചൊന്ന് പൊങ്ങി നിൽക്കാൻ വേണ്ടിയിട്ട് ചെയ്യുന്നത്. ആ ഒരു ടൈപ്പിനാണ് നമ്മൾ വോളിയമൈസിങ്, ആ ഒരു ടൈപ്പ് വരുന്നതിനാണ് നമ്മൾ വോളിയമൈസിങ് എന്ന് പറയുന്നത്. ഇത് കൂടുതലും വോളിയം കുറഞ്ഞിട്ടുള്ള, അതായത് ഹെയർ വിഡ്ത്തൊക്കെ കുറഞ്ഞിട്ടുള്ള ആൾക്കാർക്ക് ചെയ്യാൻ പറ്റുന്ന ഒരു ടൈപ്പ് ഓഫ് ട്രീറ്റ്മെൻ്റ് ആണ്. ഇത് ദ മോസ്റ്റ് കോമൺലി യൂസ്ഡ്, അതായത് ഇപ്പം കൂടുതൽ യങ്സ്റ്റേഴ്സ് ആണെങ്കിലും അല്ലാത്ത ആൾക്കാരാണെങ്കിലും ഒക്കെ പോകുന്നൊരു ട്രീറ്റ്മെൻ്റ് ആണ് ബോട്ടോക്സ്. ബോട്ടോക്സ് എന്ന് വെച്ചാൽ നമ്മൾ പറഞ്ഞൊരു പ്രത്യേക തരം പ്രോട്ടീൻ നമ്മളുടെ ഹെയറിലേക്ക് കൊടുക്കുകയാണ് ചെയ്യുന്നത്. അത് നല്ലതാണെന്നും പറയുന്നുണ്ട്, എന്നാൽ അത് നല്ലതല്ല എന്ന് പറയുന്ന ആൾക്കാരുണ്ട്. എനിവേ കമ്പാരിറ്റീവ്ലി കെമിക്കൽ ട്രീറ്റ്മെൻറ്റ്സിനെക്കാട്ടും നല്ലത് പ്രോട്ടീൻ ട്രീറ്റ്മെൻറ്റ്സ് ആണ്. അതുകൊണ്ട് തന്നെ ഇതിന് പ്രൈസും കൂടുതലാണ്. പക്ഷേ ഈ പ്രോട്ടീൻ ട്രീറ്റ്മെൻറ്റ് എന്ന് വെച്ചാൽ ലോങ് ലാസ്റ്റിംഗ് അല്ല. ഇതൊക്കെ കണ്ടോ നിങ്ങൾ,
സ്മൂത്തനിങ് ചെയ്തുകൊണ്ട് ഇപ്പോഴും ഇതിങ്ങനെ നേരെയായിട്ട് തന്നെ ഇരിക്കുന്നത്. പക്ഷേ ഇത് 2 വർഷമായി എന്നിട്ടും നേരെയായിട്ട് തന്നെ ഇരിക്കുന്നത്. പക്ഷേ അതൊരിക്കലും നിങ്ങൾ ഈ പറയുന്ന പ്രോട്ടീൻ ട്രീറ്റ്മെൻറ്റ്സിന് ഒരിക്കലും എക്സ്പെക്റ്റ് ചെയ്യാൻ പാടില്ല. അതിങ്ങനെ പോകും, കുളിക്കും തോറും വാഷ് ചെയ്യും തോറും പോകും എന്ന് വിചാരിച്ച് വാഷ് ചെയ്യാതൊന്നും ഇരിക്കരുത്. വാഷിങ് ഈസ് വെരി ഇമ്പോർട്ടൻറ്റ്. കാരണം അതിന് പ്രത്യേക ടൈപ്പ് ഓഫ് ഷാമ്പൂ സംഭവങ്ങളൊക്കെ തരുന്നുണ്ട്. നിങ്ങൾ വാഷ് ചെയ്തിട്ടില്ലെങ്കിൽ മുടിയൊക്കെ കൊഴിഞ്ഞു പോവും. അപ്പം അങ്ങനെയാണ് കാര്യങ്ങൾ. അതുകൊണ്ട് എപ്പോഴും കറക്റ്റായിട്ട് ആഫ്റ്റർ കെയർ ഒക്കെ ചെയ്യുക. പിന്നെ ഈ സ്മൂത്തനിങ്ങിന് ഈ പ്രോട്ടീൻ ട്രീറ്റ്മെൻ്റ് ആയിട്ടുള്ള ബോട്ടോക്സ്, നാനോപ്ലാസ്റ്റി ഒക്കെ ഇപ്പോൾ കൂടുതൽ പേരും ചെയ്യുന്നുണ്ട്. ഞാൻ ചെയ്യണം എന്ന് വിചാരിച്ചൊരു സംഭവമാണ്. പിന്നെ ഞാൻ വിചാരിച്ചു ഇത് കുറച്ച് നല്ലോണം വളർന്നിട്ട് ഈ ടിപ്പുണ്ടല്ലോ വെട്ടിക്കളഞ്ഞിട്ട് എൻ്റെ മുടി കേളായിട്ട് തന്നെ മെയിൻറ്റെയിൻ ചെയ്യാനാണ് ഞാൻ നോക്കുന്നത്. അതുകൊണ്ട് ഞാൻ ഇനി ട്രീറ്റ്മെൻറ്റ്സിൻ്റെ പുറകെയൊന്നും പോകുന്നില്ല. ഇനിയിപ്പം ഹെയർ കേൾ ചെയ്യാൻ വേണ്ടിയിട്ടുള്ള പ്രോഡക്റ്റ്സ് ഒക്കെ നോക്കണം. അപ്പം അങ്ങനെയാണ് കാര്യങ്ങൾ. നിങ്ങൾ ഉറപ്പായിട്ടും ഒരു ട്രീറ്റ്മെൻറ്റ് ചെയ്യുമ്പോൾ ഇതൊക്കെ ശ്രദ്ധിച്ച് ചെയ്യുക. ഇതൊക്കെ നിങ്ങൾ മൈൻഡിൽ വെക്കുക. പ്രൈസ് വൈസ് ആണെങ്കിൽ സ്മൂത്തനിങ്, സ്ട്രെയിറ്റനിങ്, വോളിയമൈസിങ് ഒക്കെ ആണ് കുറവ്. ബാക്കി പ്രോട്ടീൻ ട്രീറ്റ്മെൻറ്റ്സ് കുറച്ചുകൂടെ ഇൻക്രീസ് ആയിട്ടുള്ള നല്ല പ്രൈസ് ഉണ്ട്. പിന്നെ നമ്മൾ മുടിക്ക് എനിക്ക് തോന്നുന്നു കുറച്ചുകൂടെ ബെറ്റർ ആയിട്ടുള്ളത് പ്രോട്ടീൻ ട്രീറ്റ്മെൻറ്റ്സ് തന്നെയാണ്. നമ്മളിപ്പം എവിടെ വേണമെങ്കിലും റിസർച്ച് ചെയ്ത് നോക്കിയാലും നിങ്ങൾക്ക് കയ്യിൽ എന്തായാലും ഗൂഗിളും സംഭവങ്ങളും ഒക്കെ ഉണ്ടല്ലോ, അതിലൊക്കെ അടിച്ചു നോക്കിയാലും പാർലർ പോയാലും അവർ ഓപ്റ്റ് ചെയ്യുക പ്രോട്ടീൻ ട്രീറ്റ്മെൻറ്റ് തന്നെയാണ്. കാരണം അത് കുറച്ചുകൂടെ നമ്മളെ ഹെയറിനെ ഹെൽത്തി ആക്കുന്ന രീതിയിലാണ് ഉണ്ടാവുക. കൂടുതൽ ഈ സ്മൂത്തനിങ് ചെയ്ത് നമ്മളെ മുടിയൊക്കെ പൊട്ടിപ്പോയതും ഡാമേജ് ആയിട്ടുള്ള ആൾക്കാരുടെ അടുത്ത് തന്നെ ഓപ്റ്റ് ചെയ്യുന്നത് ഈ പ്രോട്ടീൻ ട്രീറ്റ്മെൻറ്റ്സ് ആണ്. പിന്നെ ഏറ്റവും കൂടുതൽ വലുതായിട്ടുള്ളത് നമ്മളെ ഹെയറിൻ്റെ ഹെൽത്ത് നോക്കിയിട്ട് മാത്രം നമ്മൾ ഈ ട്രീറ്റ്മെൻറ്റ്സിന് പോവുക. ഓൾറെഡി ഡാമേജ്ഡ് ആയിട്ടുള്ള അല്ലെങ്കിൽ ഇങ്ങനെ കൊഴിഞ്ഞുകൊണ്ട് നിൽക്കുന്ന ഒരു ഹെയറിന് പോയിട്ട് ഈ പറയുന്ന കെമിക്കൽ ട്രീറ്റ്മെൻറ്റ്സ് ആയാലും കാര്യങ്ങളൊക്കെ ചെയ്താൽ, അതേപോലെ ഹെയർ കളറിങ് ഇതൊക്കെ ചെയ്ത് കഴിഞ്ഞാൽ നമ്മൾ മുടി അല്ലെങ്കിൽ ഡാമേജ്ഡ് ആണ്. അപ്പോൾ അത് ഡാമേജിൻ്റെ മുകളിൽ ഡാമേജ് ആക്കിയിട്ട് പിന്നെ മുടി ഇല്ലാത്തൊരു അവസ്ഥയിലേക്ക് വരും. അത് ഉറപ്പായിട്ട് അവോയ്ഡ് ചെയ്യുക. ഈ ഡാമേജ്ഡ് ആയിട്ടുള്ള ഹെയറിനൊക്കെ ചെയ്യാൻ പറ്റിയത് പ്രോട്ടീൻ ട്രീറ്റ്മെൻറ്റ്സ് തന്നെയാണ്. പ്രൈസ് കൂടുതലാണെങ്കിലും കുറച്ചുകൂടെ എന്താ പറയുക ക്വാളിറ്റി വൈസ് ഗുഡ് ആയിട്ടുള്ളത് പ്രോട്ടീൻ ട്രീറ്റ്മെൻറ്റ്സ് ആണ്. പിന്നെ കമ്പാരിറ്റീവ്ലി അത് അധികം നിൽക്കില്ല മാത്രം, ഒരു 6 months ഒക്കെ മാക്സിമം നിന്നാലായി. പിന്നെ ഓരോരുത്തർ മെയിൻറ്റെയിൻ ചെയ്യുന്നപോലെ എപ്പോഴും സ്പായും കാര്യങ്ങളൊക്കെ കൊണ്ട് നടന്ന് ചെയ്യുന്ന ആൾക്കാരാണെങ്കിൽ അത് കുറച്ചുകൂടെ 8 months വരെയൊക്കെ പിടിച്ചെടുക്കാൻ പറ്റും. പക്ഷേ 1 year കൂടുതലൊന്നും ഒരിക്കലും അത് നിൽക്കില്ല. അപ്പോൾ പിന്നെ നിങ്ങൾ കണ്ടിന്യൂസ് ആയിട്ട് ഇങ്ങനെ ചെയ്തുകൊണ്ടിരിക്കണം. ഈ ട്രീറ്റ്മെൻറ്റ്സിൻ്റെ ഒക്കെ പ്രത്യേകത അതാണ് കേട്ടോ. നമ്മൾ ഒരു പ്രാവശ്യം ചെയ്ത് കഴിഞ്ഞാൽ പിന്നെ നമുക്ക് ഒരിക്കലും അതിൻ്റെ പുറത്തേക്ക് വരാൻ പറ്റില്ല. കാരണം നമുക്ക് നമ്മളെ തന്നെ ആക്സെപ്റ്റ് ചെയ്യാൻ പറ്റില്ല. കാരണം നമ്മളൊരു നല്ല സ്റ്റൈലിഷ് ആയിട്ടുള്ള ലുക്കിലായിരിക്കും ഇത് ചെയ്ത് കഴിഞ്ഞാൽ ഉണ്ടാവുക. അപ്പോൾ അത് നമ്മൾ പെട്ടെന്ന് ഒരു 6 months 8 months ഒക്കെ കഴിഞ്ഞ് നമ്മൾ ബാക്ക് ടു നോർമൽ ആയി കഴിഞ്ഞാൽ നമുക്ക് നമ്മളെ തന്നെ ആക്സെപ്റ്റ് ചെയ്യാൻ പറ്റില്ല. കാരണം എന്താണെന്ന് വെച്ചാൽ അതൊരു സ്റ്റൈലിഷ് ആയിട്ടുള്ളൊരു ആളിൽ നിന്ന് നമ്മളെ രൂപത്തിലേക്ക് തന്നെ വരികയാണ്. നമുക്ക് അത് പറ്റാത്തതുകൊണ്ടാണല്ലോ നമ്മൾ പോയിട്ട് ഓരോ ട്രീറ്റ്മെൻറ്റ്സ് ചെയ്യുന്നുണ്ടാവുക. അപ്പം നമ്മളെ കോൺഫിഡൻസ് പിന്നെയും 0 ലെവലിലേക്ക് എത്തും. അപ്പം നമ്മൾ എന്ത് ചെയ്യും, ഒന്നുകൂടെ ചെയ്യാമെന്ന് പറഞ്ഞിട്ട് പിന്നെയും നമ്മൾ പൈസ മുടക്കി ചെയ്യും. ആൻഡ് ദ സൈക്കിൾ റിപ്പീറ്റ്സ്. പക്ഷെ ആ സൈക്കിളിൽ നിന്ന് എങ്ങനെയെങ്കിലും പുറത്ത് വരണമെന്ന് വിചാരിച്ചിട്ടാണ് ഞാൻ ഇതുവരെയായിട്ട് ഒന്നിനും പോവാത്തത്. ഇടയ്ക്കൊക്കെ പോകുമ്പോൾ സ്പാ ഒക്കെ ചെയ്യും. സ്പാ എല്ലാത്ത ആൾക്കാർക്കും, അതായത് ഇതൊന്നും ചെയ്യാത്ത ആൾക്കാർക്ക് പോലും സ്പാ ചെയ്യുന്നത് വളരെ നല്ലതാണ്. അതൊരു ടൈപ്പ് ഓഫ് മസാജ് ഒക്കെ ചെയ്യുന്നതുകൊണ്ട് നമ്മുടെ ബ്ലഡ് സർക്കുലേഷൻസ് ഒക്കെ കൂടും. അതുകൊണ്ട് അത് ചെയ്യുന്നത് നല്ലതാണ്. അത് ഈ ട്രീറ്റ്മെൻറ്റ്സ് ഒന്നും ചെയ്യാത്ത ആൾക്കാർക്ക് ഇങ്ങനെ ചെയ്യാം കേട്ടോ. അതുകൊണ്ട് തന്നെ ഞാനിത് ഈ സൈക്കിളിൽ നിന്ന് ബ്രേക്ക് ആയിട്ട് പുറത്ത് വന്നിരിക്കുകയാണ്. ഇനിതാ ഈ ചെയ്യുന്ന ടിപ്പ് കൂടെ ഒന്ന് കട്ട് ചെയ്തിട്ട് വേണം എൻ്റെ പഴയ രൂപത്തിലേക്ക് എനിക്ക് എത്താൻ വേണ്ടിയിട്ട്. ആൻഡ് കേളി ഹെയർ കുറച്ചുകൂടെ എന്താ പറയുക ഡിഫറെൻ്റ് ആണല്ലോ. അതുകൊണ്ട് ഐ തിങ്ക് ഞാൻ ഈ കേളിങ് ഷാമ്പൂ, കേളിങ് കണ്ടീഷണർ തുടങ്ങിയ സംഭവങ്ങളൊക്കെ യൂസ് ചെയ്ത് നല്ല അതായത് കുമ്മിൾപ്പള്ളി മണിക്ക് അവരൊക്കെ പോലെ മുടിയൊക്കെ ആക്കണമെന്ന് വെച്ചാൽ നിൽക്കുകയാണ്. ദൈവത്തിന് അറിയാതൊക്കെ ആവുമെന്ന്. അപ്പോൾ ഈ വീഡിയോ ഇതോടെ അവസാനിക്കുകയാണ്. അത്രയേ ഉള്ളൂ. എന്തെങ്കിലും ഡൗട്ടോ കാര്യങ്ങളോ ഉണ്ടെങ്കിൽ ഉറപ്പായിട്ട് കമൻറ്റ് ചെയ്യുക, ചാനലിൽ ലൈക്ക് ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യുക. അപ്പോൾ അത്രയേ ഉള്ളൂ. ടാറ്റാ.